സമ്പാദ്യമല്ല സേവനമാണ് ബിസിനസ് എന്ന് തെളിയിക്കുന്ന ഒരു കഥയാണ് നിങ്ങളുമായി ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഫിലാഡൽഫിയ നഗരത്തിൽ നിന്നകലെ തീർത്തും ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തായിരുന്നു ഈ പ്രസ്തുത ഹോട്ടൽ സ്ഥിതി ചെയ്തിരുന്നത്. അമേരിക്കയിലാണ് സംഭവം. അടുത്തൊന്നും മറ്റ് ഹോട്ടലുകളോ വ്യാപാര സ്ഥാപനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വലിയ സൗകര്യങ്ങളൊന്നുമില്ലാത്ത വളരെ എളിയ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന കുറച്ച് മുറികൾ മാത്രമുള്ള ഒരു ചെറിയ ഹോട്ടലായിരുന്നു അത്. ഇടിയും മിന്നലും മഴയും കൊടുമ്പിരി കൊണ്ട ഒരു രാത്രിയിൽ തീർത്തും ക്ഷീണിതരായ രണ്ട് വൃദ്ധദമ്പതിമാർ ആ ഹോട്ടലിലേക്ക് കയറി വന്നു. അവർക്ക് അത്യാവശ്യമായി ഒരു മുറി വേണമായിരുന്നു. അവരുടെ കാർ കുറച്ചപ്പുറത്ത് വെച്ച് കേടായി. അത് നേരെയാക്കാതെ അവർക്കിനി യാത്ര തുടരാനാവില്ല. രാവിലെ മെക്കാനിക്കിനെ വിളിച്ച് കാർ ശരിയാക്കുന്നവരെ അവർക്ക് വിശ്രമിക്കാൻ ഒരു മുറി വേണം. പക്ഷേ ആ ഹോട്ടലിൽ ആ സമയം മുറിയൊന്നും ഒഴിവില്ലായിരുന്നു. എല്ലാ റൂമും ഒക്കുപേടാണ്. റിസപ്ഷൻ കൗണ്ടറിരുന്ന ജോർജ് എന്ന ചെറുപ്പക്കാരൻ അവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ക്ഷീണിതരായ ആ വൃദ്ധദമ്പതിമാർ നിസ്സഹായതയോടെ പരസ്പരം ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നോക്കി. ജോർജ് അവരെ അടിമുടിയൊന്നും വീക്ഷിച്ചു. ഇരുവരും നല്ല പ്രായമുള്ളവരും ക്ഷീണിതരുമാണ്. അടുത്തൊന്നും വേറെ ഹോട്ടലുകളോ മറ്റ് താമസ സൗകര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഈ നട്ടപ്പാതിരിക്ക്, ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ഇവരിനി എവിടെ പോകാൻ? ജോർജിന് അവരോട് ദയ തോന്നി. അയാൾ പറഞ്ഞു, കുറച്ച് സമയം വെയിറ്റ് ചെയ്യാമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു റൂം തരാം സാർ. പക്ഷേ അവിടെ സൗകര്യങ്ങൾ വളരെ കുറവാണ്. നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കുഴപ്പമില്ല, അവർ സമ്മതിച്ചു. ജോർജ് അപ്പോൾ തന്നെ അവിടുത്തെ ജോലിക്കാരനെ വിളിച്ചു വരുത്തി താൻ കിടക്കുന്ന മുറി നല്ലവണ്ണം വൃത്തിയാക്കിയിടാൻ ആവശ്യപ്പെട്ടു. വെള്ളവും മറ്റ് അത്യാവശ്യ വസ്തുക്കളും അവിടെ തയ്യാറാക്കി വയ്ക്കാനും ആവശ്യപ്പെട്ടു. അടുത്ത 15 മിനിറ്റിൽ റൂം റെഡിയായി. ചെറുതാണെങ്കിലും നല്ല വൃത്തിയും ചിട്ടയും ഉണ്ടായിരുന്ന ആ മുറിയിൽ ആ വൃദ്ധദമ്പതിമാർ ഇരുവരും ആ രാത്രി സുഖമായി ഉറങ്ങി. നേരം പുലർന്നപ്പോൾ ജോർജ് തന്നെ ഒരു മെക്കാനിക്കിനെ വിളിച്ചു വരുത്തി അവരുടെ കാർ ശരിയാക്കി കൊടുക്കുകയും ചെയ്തു. അവർ ജോർജിനോട് നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ യാത്ര തുടരുകയും ചെയ്തു. ഈ സംഭവങ്ങളെല്ലാം ജോർജ് അധികം താമസിയാതെ മറന്നു. പക്ഷേ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ജോർജിനെ തേടി ആ ഹോട്ടൽ വിലാസത്തിലേക്ക് ഒരു കത്ത് വന്നു. ന്യൂയോർക്ക് നഗരത്തിൽ ഉടൻ തുറന്നു പ്രവർത്തിക്കാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ 5 സ്റ്റാർ ഹോട്ടലായ വാൾഡോർഫ് അസ്റ്റോറിയയുടെ മാനേജർ സ്ഥാനത്തേക്ക് ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്തുകൊണ്ട് ജോർജിനെ ക്ഷണിച്ചുകൊണ്ടുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്ററായിരുന്നു അത്. താൻ ഈ ജോലിക്ക് അപേക്ഷിക്കാതിരുന്നിട്ട് പോലും എങ്ങനെയാണ് ഈ ഓഫർ തന്നെ തേടിയെത്തിയത് എന്നറിയാതെ കുഴങ്ങിപ്പോയ ജോർജ് ഒടുവിൽ കത്തിൽ പറഞ്ഞ ദിവസം 1000 ചോദ്യങ്ങൾ തിങ്ങി വിങ്ങിയ മനസ്സുമായി ന്യൂയോർക്ക് നഗരത്തിലെത്തി. വലിയ രീതിയിലുള്ള ഒരു സ്വീകരണമാണ് ആ ഹോട്ടലിൽ അദ്ദേഹത്തിന് ലഭിച്ചത്. പ്രാരംഭ ഫോർമാലിറ്റികൾ അവസാനിച്ച ശേഷം അദ്ദേഹം മാനേജർ ക്യാബിനിലേക്ക് ആനയിക്കപ്പെട്ടു. ആഡംബരപൂർണമായ ആ ഹോട്ടലിലെ പ്രൗഢമായി അലങ്കരിച്ച ക്യാബിനകത്തെ മാനേജർ കസേരയിൽ ഒരു പിടി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ഇരിക്കുമ്പോൾ പ്രായം ചെന്ന ഒരാൾ വാതിലിൽ മുട്ടി അനുവാദം ചോദിച്ചുകൊണ്ട് കയറി വന്നു. ഞാൻ വില്യം വാൾഡോർഫ് ആസ്റ്റർ, ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥനാണ്. ആഗതൻ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ജോർജിനോട് പറഞ്ഞു, എന്നെ ഓർക്കുന്നുണ്ടോ? ജോർജ് അയാളെ സൂക്ഷിച്ചു നോക്കി. പതിയെ അവൻ ആ മുഖം ഓർത്തെടുത്തു. ഇടിയും മിന്നലും കാറ്റും മഴയും പെയ്തിറങ്ങി ആ രാത്രി 2 വൃദ്ധദമ്പതിമാർ. അവൻ്റെ മുഖത്ത് ആശ്ചര്യം നിറഞ്ഞു. നിറഞ്ഞ ചിരിയോടെ അവൻ്റെ കൈപിടിച്ച് കുലുക്കി ആശംസകൾ നേർന്നുകൊണ്ട് ആ മനുഷ്യൻ മുറിവിട്ടിറങ്ങിപ്പോയി. അവൻ്റെ മനസ്സിലെ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം അയാളുടെ ആ ചിരിയിലുണ്ടായിരുന്നു. ഫിലാഡൽഫിയയിലെ ആ ചെറിയ C ക്ലാസ് ഹോട്ടലിൻ്റെ ലോബിയിൽ നിന്ന് തൻ്റെ മനസ്സിൻ്റെ വിശാലത കൊണ്ട് മാത്രം ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലിൻ്റെ മാനേജർ കസേരയിലെത്തിയ ആ ചെറുപ്പക്കാരൻ്റെ മുഴുവൻ പേരാണ് ജോർജ് സി ബോൾട്ട്. പിന്നീട് തൻ്റെ മരണം വരെ ഈ ഹോട്ടലിൻ്റെ മാനേജരായി സേവനമനുഷ്ഠിച്ച ജോർജ് തൻ്റെ സ്വതസിദ്ധമായ സേവന മാതൃകയിലൂടെ ആ സ്ഥാപനത്തിന് പല വിലപ്പെട്ട സംഭാവനകൾ നൽകി. തിരിച്ചൊന്നും പ്രതീക്ഷയുണ്ടായിരുന്നില്ല ജോർജ് അന്ന് ആ വൃദ്ധദമ്പതിമാരെ സഹായിച്ചത്. തികച്ചും നിസ്വാർത്ഥമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ നല്ല പ്രവൃത്തി. അതിലുള്ള പ്രതിഫലം പക്ഷേ അദ്ദേഹത്തെ തേടിയെത്തി. ആ ഒരു ചെറിയ സൽക്കർമ്മം അദ്ദേഹത്തെ സ്വപ്നാതീതമായ ഉയരങ്ങളിലെത്തിച്ചു. അദ്ദേഹം ചെയ്തു കൊടുത്ത ആ ചെറിയ സഹായം പോലും മറക്കാതിരുന്ന വില്യം വാൾഡോർഫ് ആസ്റ്റർ എന്ന മഹാനായ ആ വലിയ മനുഷ്യൻ ജോർജ് തന്നോട് കാണിച്ച സ്നേഹത്തിന് 10 മടങ്ങായി പ്രത്യുപകാരം ചെയ്യുകയും ചെയ്തു. ഇതാണ് ജീവിതം. പരസ്പരമുള്ള ഈ സ്നേഹത്തിൽ പൊതിഞ്ഞ കൊടുക്കൽ വാങ്ങലുകളാണ് നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കുന്നത്. നാം മറ്റുള്ളവർക്ക് നൽകുന്ന നിസ്വാർത്ഥമായ സഹായങ്ങൾ അതെത്ര ചെറുതാണെങ്കിൽ പോലും അതിനുള്ള പ്രതിഫലം ഏതെങ്കിലും മാർഗത്തിൽ നമുക്ക് തിരികെ ലഭിച്ചിരിക്കും. ഒരു ബൂമറാങ് പോലെ ഒരുപക്ഷെ നമ്മൾ ചെയ്തതിൽ 100 ഇരട്ടിയായി
ഇതിനെയാണ് മാനേജ്മെൻറ്റ് ഭാഷയിൽ വാൾഡോർഫ് തത്വം അഥവാ വാൾഡോർഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലായ വാൾഡോർഫ് അസ്റ്റോറിയയുടെ ഉടമ തൻ്റെ മാനേജരെ കണ്ടെത്തിയ ഈ കഥയിൽ നിന്നാണ് ഈ പേരിൻ്റെ ഉത്ഭവം. ബിസിനസ്സുകാർക്കും ജോലി ചെയ്യുന്നവർക്കും ഒരുപാട് കാര്യങ്ങൾ ഒന്നും പറയാതെ തന്നെ വെളിപ്പെടുത്തുന്നതാണ് ഈ നടന്ന കഥ. ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.